മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് കുറേ സന്ദേശങ്ങൾ നിരന്തരം കൊടുക്കാറുണ്ടായിരുന്നു, ഇപ്പോഴും കൊടുക്കാറുണ്ട്. വെജിറ്റേറിയൻ ഭക്ഷണത്തിലേക്ക് വരണം, ഇതിങ്ങനെ നിരന്തരം നിർദ്ദേശിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, കേരളത്തിലെമ്പാടും എത്രയാ പുതിയ പുതിയ വെജിറ്റേറിയൻ ഹോട്ടലുകൾ വരുന്നത്. അവിടെ എന്താ തിരക്ക്. ചിലരൊക്കെ വളരെ കോസ്റ്റ്ലിയാ. എന്നാൽ തന്നെ നല്ല കുട്ടനാടിന്റെ നടുക്കൊരു വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും വരുമോ എന്ന് ചോദിച്ചിരുന്നൊരു കാലം. 3 ദിവസം മുമ്പ് ഞങ്ങൾ ആലപ്പുഴയിലെ പ്രഭാഷണത്തിന് പോയപ്പോൾ ആ ഹോട്ടലിൽ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ. അത്രയും ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഉൾപ്പെടെയുള്ളവര്. ഞാൻ മതം പറഞ്ഞതല്ല, അഥവാ ഇനി മതം പറഞ്ഞതാണെന്ന് വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഹിന്ദുക്കളാണ് ഇപ്പൊ ക്രിസ്ത്യാനികളെക്കാളും മുസ്ലിങ്ങളെക്കാളും കൂടുതൽ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ നോൺ വെജിറ്റേറിയൻ ഇല്ലാതെ പ്യുവർ വെജിറ്റേറിയൻ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹോട്ടല് 100 കണക്കിന് ഹോട്ടലുകളാണ് ഓരോ പ്രദേശത്ത്. പാപ്പനംകോട് വെജിറ്റേറിയൻ ഹോട്ടലുകളെ ഉണ്ടായിരുന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ നോൺ വെജിറ്റേറിയൻ ഹോട്ടലിൽ ചെന്നിട്ട് വെജിറ്റേറിയൻ കഴിക്കണം. ഇപ്പൊ തൊട്ടപ്പുറത്ത് കൈമനത്ത് വന്നു, തൊട്ടിപ്പുറത്ത് മാർക്കറ്റിന്റെ അടുത്ത് വന്നു കുറെ വെജിറ്റേറിയൻ ഹോട്ടലുകള്, പൂരി ചപ്പാത്തി സെന്ററുകളെല്ലാം വെജിറ്റേറിയനിസത്തിന്റെ. അപ്പൊ ധാരാളം ഓപ്ഷനായി. ഇപ്പൊ വെജിറ്റേറിയൻ പ്രചരിപ്പിക്കാൻ നമുക്ക് ആൾട്ടർനേറ്റീവ് ഉണ്ട്, നോൺ വെജിറ്റേറിയൻ കഴിക്കാതെ വെജിറ്റേറിയൻ കഴിക്കാൻ. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞിരുന്നത് ഈ അമ്പലങ്ങളിലെ വെടിക്കെട്ട് ഒഴിവാക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഉത്രാളിക്കാവിലും 1 കോടി രൂപയുടെ വെടിക്കെട്ടായിരുന്നു കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം വരെ. ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഉത്രാളിക്കാവിലൂടെ വന്നത് ഉത്രാളിക്കാവിലെ പൂരത്തിന്റെ അന്നാണ്. അന്ന് അവിടെ വെടിക്കെട്ട് നാമമാത്രമായിട്ടേ ഉള്ളൂ. എത്ര പേരാണെന്നറിയാമോ അവിടെ ഈ വെടിക്കെട്ടിൽ ഈ ട്രെയിനിന്റെ അടിയിൽ പോയിട്ട് ജഗന്നാഥ ക്ഷേത്രം പോലെ മരിക്കുന്നത്? അപ്പൊ അവിടെ വെടിക്കെട്ട് വളരെ കുറഞ്ഞു. നമ്മുടെ കൂട്ടത്തിലുള്ള ശ്രീ അയ്യപ്പൻകുട്ടി പറയുകയുണ്ടായി, മുല്ലക്കൽ അമ്പലത്തിലെ വെടിക്കെട്ട് എന്ന് പറഞ്ഞാല് കോടികൾ അടിച്ചു വിടുന്നത് ഇപ്രാവശ്യം കംപ്ലീറ്റ് നിരോധിച്ച് കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ എവിടെയൊക്കെ വെടിക്കെട്ടുകളുണ്ടോ അതൊക്കെ എണ്ണത്തിലും വണ്ണത്തിലും അടിമുടി കുറഞ്ഞിരിക്കുന്നു. നിരന്തരം നമ്മൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടതല്ല, നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ട് പറഞ്ഞത്. അതുപോലെ ആനകൾ എത്രയോ അമ്പലങ്ങളിൽ രഥമായിരിക്കുന്നു. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ 1-2 ആന. 10, 15, 20, 30, 40 ആനകളുള്ള സ്ഥലത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അത് കുറഞ്ഞിരിക്കുന്നു. കുറേയധികം നമ്മൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. 15 വർഷമായിട്ട് അത് തന്നെ. ആനകള്, വെടിക്കെട്ടിനെ കുറിച്ച്, വെജിറ്റേറിയൻ ഭക്ഷണത്തെക്കുറിച്ച്. ഇത് മുഴുവനും സമൂഹം ഇപ്പൊ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു കാലഘട്ടം. ഇനി നമുക്കൊരു നിമിത്തമാവാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും. ഈ അടുത്ത കാലത്ത് കുറേ അമ്പലങ്ങളിൽ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ പ്രഭാഷണത്തിന് പോയിരുന്നു. എനിക്ക് അത്ഭുതം തോന്നിയത് പ്രസാദം സ്വീകരിച്ചു പോകണം എന്ന് പറയുന്ന ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓലക്കുടിലിൽ താമസിക്കുന്ന, ലക്ഷം വീട്ടിൽ താമസിക്കുന്ന, റോഡ് വൃത്തിയാക്കുന്ന തൊഴിലാളികളും മറ്റ് തൊഴിലാളികളും ഒന്നും ഈ അന്നദാനത്തിന് ക്യൂ നിൽക്കാറില്ല. വീട്ടിൽ ഇഷ്ടംമാതിരി ഭക്ഷണം കഴിക്കാനുള്ളവരാണ് അന്നദാനത്തിന് ക്യൂ നിൽക്കുന്നത്. വീട്ടിൽ കഴിക്കാനുള്ളവരാണ്. അത് വിഭവസമൃദ്ധമായ സദ്യ എന്ന് അറിഞ്ഞുകൊണ്ടാണ് വരുന്നത്. പക്ഷേ അന്നദാനം വേണ്ട എന്ന്, അന്നദാനത്തിന് വെറുതെ അമ്പലവുമായിട്ട് ഒരു ബന്ധമില്ലാത്തവർ വന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ തടയണം എന്ന് പറഞ്ഞിരുന്നു. അമ്പലത്തിൽ ബന്ധമുള്ളവർക്ക് അന്നദാനം വളരെ വേണം. ഇനി തിരിച്ചു ചെയ്തു നോക്കാം. വിഭവസമൃദ്ധമായ സദ്യ എന്നുള്ളത് മാറ്റി കഞ്ഞിയും പുഴുക്കോ അല്ലെങ്കിൽ ചോറും ഒരു സാമ്പാറും ഒരു കറിയും കൊടുത്തു നോക്കാം. ഇടിച്ചു കയറി വിഭവസമൃദ്ധമായ അന്നദാനം കഴിക്കാൻ വരുന്നവരൊക്കെ വീട്ടിൽ ചെന്ന് കഴിക്കും, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് കഴിക്കും. ഇത് അമ്പലങ്ങളിൽ അടിമുടി സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വിഭവസമൃദ്ധമായ സദ്യക്ക് പകരം കഞ്ഞി, പുഴുക്ക് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും വന്ന് കഞ്ഞിയും ഒരു പിക്കിളും, അതെന്തായാലും നല്ലതാ, വേണം. ഈ വിഭവസമൃദ്ധമായ സദ്യ 60, 70, 80 രൂപ കൊടുത്ത് ഹോട്ടലിൽ നിന്ന് തിന്നുന്നവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോഴത്തേക്കും അത് സുഖമല്ലേ? ഇപ്പൊ ആ പരിപാടി മാറി വളരെ സിമ്പിളായിട്ടുള്ളതാണ്.
ചില സ്ഥലത്ത് പങ്കെടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അതും ജനങ്ങൾ നല്ല രീതിയിൽ സ്വീകരിച്ചു തുടങ്ങി. അപ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, വെടിക്കെട്ടിനെ കുറിച്ച് പറഞ്ഞു, ആനയെക്കുറിച്ച് പറഞ്ഞു, അന്നദാനത്തെക്കുറിച്ച് പറഞ്ഞു, വേദം പഠിക്കണമെന്ന സന്ദേശം. അതിപ്പോ ധാരാളം പേര് CD കേട്ട്, പിന്നെ 8-10 പ്രാവശ്യം CD കേട്ട്, പിന്നെ പുസ്തകം തുറന്നു വെച്ച് നല്ലോണം വേദം പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വേദം കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് സവർണരുടേതാണ്, അധകൃതരും അല്ലാത്തവരും അത് വായിക്കരുത് എന്നുള്ളതൊക്കെ ധാരണകൾ മാറി തുടങ്ങി. അതുപോലെ തന്നെ ധാരാളം സ്ഥലത്ത് ഈഴവ സമുദായത്തിൽപ്പെട്ട തന്ത്രിമാര് നല്ലോണം പൂജയും മറ്റും പഠിച്ച് അവര് ഇപ്പോ നായേഴ്സിന്റെയും അല്ലാത്തവരുടെയും വീട്ടിൽ ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം ഒക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ധാരാളം സ്ഥലങ്ങളിൽ. അപ്പൊ ഈ മന്ത്രങ്ങളും തന്ത്രങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാം ധന്യമായിട്ട് ജാതിക്ക് അതീതമായി പൂണൂല് ഏത് വ്യക്തിയും ഇട്ട് നല്ല രീതിയിൽ തന്ത്രവും മന്ത്രവും അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കുക എന്ന ലെവലിലേക്ക് മാറിയിരിക്കുന്നു. അമ്പലങ്ങളിലെല്ലാം ഇപ്പോൾ എല്ലാ വിഭാഗക്കാരും പൂണൂലിട്ട് നല്ല രീതിയിൽ പൂജ നടത്തുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാണ്. ആയിരക്കണക്കിന് ഈഴവ സമുദായത്തിലെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ കുറേയധികം കാലമായിട്ട് ഈഴവ സമുദായത്തിലുള്ള തന്ത്രിയും പൂജാരിയുമാണ്. അവിടെ എല്ലാവരും പോവാറുണ്ട്, മറ്റെല്ലാവരും. അതിപ്പോൾ ദേവസ്വം അമ്പലത്തിലേക്കും ബാക്കി എല്ലാ അമ്പലത്തിലേക്കും മാറി. പുതിയ കാര്യമൊന്നുമല്ല. ഇവിടുത്തെ ഗവൺമെന്റ് അവരാ ചെയ്തതെന്ന് പറഞ്ഞ് വെറുതെ വീരവാദം അടിച്ച് നടക്കുന്നു. ഇതൊക്കെ പണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്നത് തന്നെയാണ്. അപ്പോ അതൊരു വലിയ മാറ്റാണ്. ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുന്ന ഒരു വലിയ വിപ്ലവകരമായിട്ടുള്ള സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ നടക്കുന്നു. നമ്മുടെ പൈതൃകം പഠിക്കണമെന്ന ധാരണ എല്ലാ വിഭാഗക്കാർക്കും ഉണ്ടായിരിക്കാൻ സാധിക്കുക. നമ്മുടെ പിതൃകർമ്മം നടത്താൻ ശരിക്കും കർക്കിടകത്തിലെ കറുത്ത വാവിന് പണ്ട് 7-8 അമ്പലങ്ങളിലാണ് തൃശ്ശൂരിൽ പിതൃകർമ്മം ഉണ്ടായിരുന്നത്. ഇപ്പൊ 800-900 അമ്പലങ്ങളിലുണ്ട്. നമ്മളാണ് ഇതിന് തുടക്കം കുറിച്ച് മന്ത്രം എന്താണെന്നുള്ളതൊക്കെ എഴുതി കൊടുത്ത് അതിൻ്റെ അർത്ഥം എഴുതി കൊടുത്ത് അത് ശരിക്കും പറഞ്ഞാൽ ഡെമോൺസ്ട്രേറ്റീവ് ആന്ത്രപ്പോളജി എന്ന സയൻസാണ്. പിതൃകർമ്മം നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു സയന്റിഫിക് അപ്രോച്ചാണ്, ലൈഫ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയേണ്ടായി. അതൊക്കെ സ്വീകരിക്കുന്നു ജനത. അപ്പോൾ മാത്രമല്ല നമ്മുടെ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ സയൻസൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതൊക്കെ വിദ്യാർത്ഥികളും ബാക്കിയുള്ളവരും സ്വീകരിക്കുന്ന ഒരവസ്ഥ. പിന്നെ നമ്മുടെ ഗ്രന്ഥങ്ങളെയൊക്കെ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇന്നലെ ഞാൻ പറയേണ്ടായി. പുരാണങ്ങള്, മഹാഭാരതം, രാമായണം, വേദം, ഉപനിഷത്ത്. നമ്മുടെ ആചാരങ്ങളെ മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന് നന്മ വരുത്തുന്ന ആചാരങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്ത് അങ്ങനെയൊക്കെ വിവരിച്ചു കൊടുത്ത് പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്ത് ലക്ഷക്കണക്കിന് നോട്ടീസുകൾ കയ്യിൽ കൊടുത്ത് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിമുടി കേരളം അംഗീകരിക്കുന്നു, കേരളീയർ അംഗീകരിക്കുന്നു, ഭാരതം അംഗീകരിക്കുന്നു. അതിൻ്റെ തെളിവ് ഒരു കലണ്ടർ നമ്മൾ ഇറക്കിയിട്ട് അതിപ്പോൾ എത്രായിരം കോപ്പികളാണ് ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഓരോന്നും ഇതേമാതിരി നമ്മളുടെ ഹിന്ദു ധർമ്മം, സനാതനധർമ്മത്തെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും പ്രയോജനപ്രദമായ രീതിയിൽ പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാനായിട്ട് തയ്യാറാക്കി കൊടുക്കുമ്പോൾ 2 കയ്യും നീട്ടി സ്വീകരിക്കുന്നു. നിങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടാവണം, നിങ്ങളും പ്രവർത്തിക്കണം, ധന്യമായിട്ട് പ്രവർത്തിക്കണം. സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.